സന്ദീപ് വാര്യറിനെ നിങ്ങൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഫ്രണ്ട് റണ്ണറായിട്ട് നിർത്തുക? അദ്ദേഹം RSSുമായിട്ടുള്ള ബന്ധം ഒരു പുലർച്ചെ ഒഴിവാക്കുമ്പോൾ എന്തുകൊണ്ട് മാറി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് അദ്ദേഹം ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് മാറിയതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ, സ്ഥാനാർത്ഥി സീറ്റല്ല, അവിടുത്തെ കൺവെൻഷനിൽ മുൻനിരയിൽ ഒരു സീറ്റ് രഘുനാഥ് കൊടുത്തിരുന്നെങ്കിൽ ഈ സന്ദീപ് വാര്യർ ഇന്ന് BJP ക്യാമ്പിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരു കൺവെൻഷനിൽ ഒരു സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ പിണങ്ങിപ്പോയ, ന്യൂനപക്ഷ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയ, മതേതരത്വത്തെ പോറലേൽപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ച് കൊന്നതേയുള്ളൂ എന്ന് മറ്റൊരു സഹപാനലിസ്റ്റിന്റെ ചോദ്യത്തോട് പരിഹാസരൂപേണ പ്രതികരിച്ച, അതിന്റെ ഇമ്പാക്റ്റുകളെ കുറിച്ച് ബോധ്യമില്ലാത്ത, കശ്മീരികൾ മുസ്ലിങ്ങളെ കുറിച്ച് വളരെ മോശമായി പ്രതികരിച്ച, നമ്മളുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു രാജ്യദ്രോഹിയാണെന്ന് പോസ്റ്റിട്ട, നെഹ്റു കുടുംബത്തിന്റെ കുറിച്ച് വളരെ മോശമായി പോസ്റ്റിട്ട ഒരു നേതാവിനെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം ചേർത്ത് നിർത്തേണ്ടി വരുന്ന